മാങ്കൂട്ടത്തിലിനെ സംരക്ഷിക്കുന്ന നിലപാടുമായി കോൺഗ്രസ്. ഒന്നിലേറെ ബലാത്സംഗ കേസുകളിൽ പ്രതിയായിട്ടും MLA സ്ഥാനത്തുനിന്ന് അയോഗ്യനാക്കുന്നതിനോട് യോജിക്കേണ്ട എന്നാണ് UDF പറയുന്നത്. തെരഞ്ഞെടുക്കപ്പെട്ട MLA എത്തിക്സ് കമ്മിറ്റി അയോഗ്യനാക്കുന്നത് തെറ്റായ കീഴ്വഴക്കം സൃഷ്ടിക്കുമെന്ന് UDF പാർലമെന്ററി പാർട്ടി യോഗത്തിൽ അഭിപ്രായപ്പെട്ടു. മാങ്കൂട്ടത്തിനെ അയോഗ്യനാക്കുന്ന നിലപാടിനോട് യോജിക്കാൻ കഴിയില്ല എന്ന തീരുമാനത്തിലാണ് കോൺഗ്രസ്. തെരഞ്ഞെടുക്കപ്പെട്ട MLA എത്തിക്സ് കമ്മിറ്റി അയോഗ്യനാക്കുന്നത് തെറ്റായ കീഴ്വഴക്കമാണെന്നാണ് കോൺഗ്രസിന്റെ തീരുമാനം. UDF പാർലമെന്ററി പാർട്ടി യോഗത്തിൽ കോൺഗ്രസ് നിലപാട് ഘടകകക്ഷികൾ അംഗീകരിക്കുകയായിരുന്നു. അതേസമയം രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ നടപടി തുടരാനാണ് തീരുമാനം. രാഹുൽ മാങ്കൂട്ടത്തിലിനെ അയോഗ്യനാക്കണമെന്ന പരാതി നൽകിയ ഇടതുപക്ഷ MLA DK മുരളിയെ ഹിയറിംഗ് നടത്താനാണ് നിയമസഭാ പ്രിവിലേജ് ആൻഡ് എത്തിക്സ് കമ്മിറ്റിയുടെ തീരുമാനം. 23-ന് കമ്മിറ്റിക്ക് മുമ്പാകെ ഹാജരാകാൻ മുരളിക്ക് എത്തിക്സ് കമ്മിറ്റി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മുരളിയുടെ പരാതിയിൽ സാങ്കേതിക പിഴവുണ്ടെന്ന് എത്തിക്സ് കമ്മിറ്റിയിലെ പ്രതിപക്ഷാംഗങ്ങൾ കഴിഞ്ഞ ദിവസം ഉന്നയിച്ചിരുന്നു. മുരളിക്ക് പിന്നാലെ രാഹുലിനെ കൂടി കേട്ട ശേഷമായിരിക്കും കമ്മിറ്റി തീരുമാനമെടുക്കുക. സാങ്കേതിക നടപടികൾ നീളുന്നതിനാൽ ഈ സമ്മേളന കാലത്ത് അന്തിമ നടപടി ഉണ്ടാകില്ല. എത്തിക്സ് കമ്മിറ്റി നിലപാടിനോട് യോജിക്കേണ്ട എന്ന തീരുമാനമാണ് ഘടകകക്ഷി നേതാക്കൾ UDF യോഗത്തിൽ സ്വീകരിച്ചത്. ജനം, തിരുവനന്തപുരം.